അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കൂർക്ക കിട്ടീന് കേട്ടോ. കുറച്ച് കുഞ്ഞിക്ക മേടിച്ചിട്ട് വന്നതാണ്. നമ്മളോടക്കല്ല കേട്ടോ, കുടിയിലേക്ക് മേടിച്ചിട്ട് വന്നതാണ്. ഞങ്ങൾ കുടിയിലേക്ക് എന്നിട്ടോ പറയുക വീട്ടിലേക്ക്. ഉമ്മാക്ക് മേടിച്ച് കൊടുത്തതാണ്. അപ്പോൾ അതിൽ കുറച്ച് ഉമ്മ ഇവിടെ ഒരു വട്ടം വെച്ചു, ബാക്കി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഈ പ്രാവശ്യം കൂർക്ക വന്നിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല വില 100 രൂപയൊക്കെ തോന്നുന്നുണ്ട് കിലോന്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മ അതിൽ നിന്ന് കുറച്ച് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നയച്ചതാട്ടോ. അപ്പോൾ കൂർക്ക കിട്ടിയ വശം ഞാൻ കഴുകി, നല്ല ചെളി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അഴുക്കുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ചാക്കിലിട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ഉരച്ച് കളയൂല, അങ്ങനെയൊക്കെ കളഞ്ഞ് പിന്നെ വെള്ളത്തിൽ നന്നായി 2, 3, 4, 5 വട്ടം കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ ആ സെഞ്ചിയിലിട്ടിട്ട് ഞാനിങ്ങനെ ആക്കിയെന്നാണ് പറയണത്. പക്ഷേ എന്താ പറയുക, സൗണ്ട് കുറവാണ്, അതുകൊണ്ടാണ് വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഷമോൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇഷമോൾ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ കണക്കായിരുന്നു കേട്ടോ, മാത്സ് പഠിക്കുമായിരുന്നു. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം, എനിക്കിത് നന്നാക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ കൂർക്ക കുഞ്ഞു കുഞ്ഞു മണികളാട്ടോ. സംഭവം കുഴപ്പമില്ല. വൈകുന്നേരത്തായ കാരണം പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ വൈകുന്നേരത്ത്. അപ്പോൾ അതുകൊണ്ട് രാത്രി ഇത് നന്നാക്കണ കാരണം കുഴപ്പമില്ല. നമ്മൾ പകലൊക്കെ ആണെങ്കിൽ പണികളുടെ ഇടയിലൊക്കെ ഇത് നന്നാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പണി തന്നെ കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പണികളൊക്കെ അവിടെ കിടക്കും. അപ്പോൾ വൈകുന്നേരത്തൊക്കെ നന്നാക്കി വയ്ക്കുകയെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കുറേ നേരം ഇരിക്കണം. കുഞ്ഞു കുഞ്ഞു മണികളായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കൂർക്കയായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് നന്നാക്കി. ഞാൻ ആദ്യമൊന്നും കൂർക്ക മേടിക്കില്ല, ഇടയ്ക്ക് മടിയാണ് നന്നാക്കാൻ. ഈ എന്താ പറയുക, ഒന്നാമത്തെ കയ്യുമൊക്കെ ഇങ്ങനെ കറയും, പിന്നെ രണ്ടാമത്തെ ഇങ്ങനെ കുറേ നേരം ഇരുന്നിട്ടുള്ള പണിയൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് വേഗം പണികൾ ചെയ്യണതാണ് ഇഷ്ടം. എനിക്ക് ഒരു പണി തന്നെ കുറേ നേരം ചെയ്യണതൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ കൂർക്കൊന്നും മേടിക്കില്ല. പിന്നെ ഇപ്പം ഒന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെയൊക്കെ സ്വഭാവത്തിനൊക്കെ ഓരോ മാറ്റങ്ങളൊക്കെ വരുമല്ലോ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിരുന്ന് നന്നാക്കാൻ വിചാരിച്ചു, വൈകുന്നേരം ആകുമ്പോൾ ഇരുന്ന് നന്നാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ നന്നാക്കി. പിന്നെ കൂർക്ക ഉപ്പേരിയൊക്കെ വെച്ചിട്ട് പിള്ളേരൊക്കെ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോയിട്ടത് മിനിഞ്ഞാന്നാണ് നമുക്ക് കൂർക്ക കിട്ടിയത്. ഇന്നലെ പിന്നെ എല്ലാവരും സ്കൂളിലേക്കൊക്കെ കൂർക്ക ഉപ്പേരി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കൂർക്ക വെച്ചതാണ് ഞാൻ കണ്ടുള്ളൂ. ഭയങ്കര ഇഷ്ടമായി പിള്ളേർക്കൊക്കെ. പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ കൂർക്ക ഉപ്പേരി. അങ്ങനെ ഇന്ന് രാവിലെ നമുക്ക് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇന്ന് നമുക്ക് ഇഡ്ഡലി ആയിരുന്നു. ഇഡ്ഡലിയും സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ അപ്പുറത്തെ ജമീലാത്ത് നമുക്ക് കുറച്ച് സാമ്പാർ കഷ്ണമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സാമ്പാർ കഷ്ണം അവർ ഇത്തിരി മേടിച്ചപ്പോൾ ഇത്തിരി അധികം ഉണ്ടായിരുന്നു. പിന്നെ ഈ സംഭവമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നാശമായി പോവില്ലേ. അപ്പോൾ അവർ കുറച്ച് സാമ്പാർ കഷ്ണമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണ് ഉഴുന്ന് അരച്ചത്. രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഉഴുന്ന് മാത്രം വെള്ളത്തിലിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അരി ഇട്ടില്ല. പിന്നെ നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മുടെ പത്തിരിപ്പൊടി, ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ, ആ പൊടിയിൽ ഉഴുന്നരച്ചിട്ട് ആ പൊടിയിൽ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. നല്ല ഇഡ്ഡലി തന്നെ കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെയാണ്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് പുട്ടുപൊടി നനച്ചത് ബാക്കിയായിട്ട് അതും ഉണ്ടായിരുന്നു, അതും അതിൽ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടിയിട്ടൊരു മിക്സഡ് ഇഡ്ഡലിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. പത്തിരിപ്പൊടിയും പുട്ടിൻ്റെ പൊടിയും ഉഴുന്നും എല്ലാം ഉണ്ട് കേട്ടോ അതിൽ. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഉണ്ടാക്കി, മുഴുവനായിട്ട് ഉണ്ടാക്കി. ഇവരെന്തായാലും വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ചായക്ക് കടിയില്ലെങ്കിൽ എല്ലാവർക്കും ഭയങ്കര പിണക്കവും കരച്ചിലും പിഴിച്ചിലൊക്കെയാണ് വൈകിട്ട് സ്കൂൾ വിട്ട സമയത്ത് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇഡ്ഡലി അവിടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അതെടുത്ത് കഴിച്ചോളും. ആദ്യം ചോദിക്കുക എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ചോദിക്കും. അപ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ചോദിക്കും രാവിലത്തെ ഉണ്ടോ ചോദിക്കും. അപ്പോൾ പിന്നെ രാവിലത്തെ ഉണ്ടെങ്കിൽ കഴിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുള്ളായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാവ് എടുത്തേക്കാനൊന്നും നിന്നില്ല, അവർ വന്നിട്ട് കഴിച്ചോട്ടെ വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ചെമ്പിൽ ഇറക്കി വെച്ചിട്ട് സാമ്പാർ കഷ്ണം നുറുക്കി വെച്ചിട്ടില്ല കേട്ടോ. ഇഡ്ഡലിയൊക്കെ അവിച്ചതിന് ശേഷമാണ് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് തന്നെ. ഞാൻ വിചാരിച്ചു ചട്നി അരയ്ക്കാമെന്നാണ് ആദ്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ തോന്നി എന്താ പറയുക, സാമ്പാർ ഉണ്ടാക്കാൻ തോന്നി. അങ്ങനെ ഇഡ്ഡലി അടുപ്പത്ത് വെച്ചു. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ വെന്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. സാമ്പാർ കഷ്ണമൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെണ്ടക്കായ 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളുള്ള ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷമോൾ തണിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷമോൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ പാല് മേടിക്കാനാണ് പറയുന്നത്. ഉമ്മച്ചി പാല് മേടിക്ക്, ഒരു കവറ് പാല് മേടിച്ചിട്ട് 2-3 ദിവസമൊക്കെ നമുക്ക് ചായ ഉണ്ടാക്കാൻ. എനിക്ക് രാവിലെ പാൽ ചായ വേണം എന്നൊക്കെ പറയട്ടെ അവളിൻ്റെ അടുത്ത് നിന്നിട്ട്.
അപ്പോൾ അവൾക്കുള്ള ചായയും റസ്ക്കും കൊടുത്തു. അങ്ങനെ അവരെന്നെ മദ്രസയിൽ കൊണ്ടാക്കി വന്നതിന് ശേഷം കുഞ്ഞുവിന് ഇഡ്ഡലി കൊടുത്ത് കുഞ്ഞ് കഴിച്ചു കേട്ടോ. പിന്നെ പിന്നെയുള്ള പണികളൊക്കെ വേഗമല്ലേ. അപ്പോൾ ഇഷമോളേനെ പിന്നെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ വേഗം അവളുടെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ചായയും കുടിച്ച് ഞാൻ വേഗം അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നിടത്ത് ബസ് സ്റ്റോപ്പിൽ നല്ല വെയിൽ. അപ്പോൾ ഞങ്ങൾ വണ്ടിയുടെ മുകളിൽ നിന്ന് നീച്ചില്ല കേട്ടോ. വണ്ടിയുടെ മുകളിൽ തന്നെ ഇരിക്കുകയാണ്. ടീച്ചർമാർ വരെ വണ്ടിയുമ്പോൾ തന്നെ ഇരിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇഷമോൾ എൻ്റെ പുറകിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്ക് വായോ എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ അവളേനൊക്കെ കൊണ്ടാക്കി വന്നപ്പോൾ ടീച്ചർ വിളിക്കുന്നു, കുഞ്ഞുവിന് വയ്യ, കുഞ്ഞുവിന് പനിക്കുണ്ട് തോന്നുന്നു, വന്ന് കൊണ്ടുപോയിക്കോളൂ ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ വിളിക്കുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നേരെ അവനെ വിളിക്കാനായിട്ട് പോയി. അവനെ വീട്ടിലേക്ക് വിളിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുവിന് പനിക്കണില്ല, എന്നാൽ ഒരു പനിയുടെ ആരംഭം, പിന്നെ ഛർദ്ദിക്കാൻ വരുന്നുണ്ട് ഇത്ര, പിന്നെന്താ പറയുക, ജലദോഷമുണ്ട്, നല്ല ജലദോഷമുണ്ട്, കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു, വയ്യ വന്ന് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഒരു പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാനിവിടെ ഇഷമോളേനൊക്കെ കൊണ്ടാക്കി വന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പണികൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ഉണ്ടല്ലോ, ആ സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ടീച്ചറുടെ വിളി, വന്ന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ തന്നെ പോയിട്ട് ഇനി ഇതുണ്ടോ ഡ്രസ്സുകളൊക്കെ ഊരിയിട്ടൊക്കെ ഉണ്ട്, അതൊക്കെ ഇനി പറക്കി കൂട്ടി പോയിട്ട് അലക്കണം, വെള്ളം കോരാണ്ട്, ചോറ് വയ്ക്കാണ്ട്, കുറേ പണികളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ ഇനി. പിന്നെ അവ അവിടെ എടുക്കട്ടെ, റെസ്റ്റ് എടുക്കട്ടാ. എന്ത് ചിരിക്കണ്? ടീച്ചർ വിളിച്ചിട്ട് ഞാൻ ചെന്നപ്പോൾ എൻ്റെ വിചാരം ബെഞ്ചിൻ്റെ മുകളിലേക്ക് എടുക്കാവും എന്നിട്ടാ. വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ എന്നെയും കാത്തിട്ട് ചിരിച്ചിട്ട് നിൽക്കണു വയ്യാത്ത ആള്. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ തിരിച്ചിങ്ങനെ തന്നെ പോരാനാ തോന്നിയത്. എനിക്ക് തന്നെ വയ്യാതെ ഞാൻ അങ്ങോട്ട് പോയത്. എന്നിട്ട് ഇവനെ വിളിക്കാൻ ചെന്നപ്പോൾ ഇവ എന്നെ കാത്തിട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ മുകളിൽ ചിരിച്ചിട്ട് നിൽക്കുക. എന്നെ കണ്ടപ്പോൾ ഇതിനെ ചിരിച്ച്, എന്നെ കണ്ട കരയല്ലേ വേണ്ടത് വയ്യാണ്ട് വിളിച്ചു കഴിഞ്ഞാൽ? എന്നെ കണ്ടപ്പോൾ ചിരിയാ വന്ന്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.